നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് വിജയിച്ചപ്പോൾ തന്നെ ഇനി ഇന്ത്യക്ക് അനുകൂലമായിരിക്കും കാര്യങ്ങളെന്ന് പരക്കെ വിലയിരുത്തപ്പെട്ടിരുന്നതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിനും സത്യപ്രതിജ്ഞയ്ക്കും ഇടയിലുള്ള ഏതാണ്ട് 1.5 മാസക്കാലം ട്രംപ് നടത്തിയ പ്രസ്താവനകൾ, ട്രംപ് നടത്തിയ ഒരുക്കങ്ങൾ ഇതെല്ലാം തന്നെ മറ്റ് പല രാജ്യങ്ങളെയും പോലെ തന്നെ ഇന്ത്യയെയും ആശങ്കയിലാഴ്ത്തി. വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡോളറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കുടിയേറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെയാണ് പലപ്പോഴും ഇന്ത്യക്ക് വിനയാകുമോ എന്നൊരു ആശങ്ക ഉയർന്നത്. ഏറ്റവും ഒടുവിലായി ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം ഇന്ത്യൻ ഓഹരി വിപണികൾ കൂപ്പുകുത്തിയത് വലിയൊരു സൂചനയായി നമ്മൾ കാണണം. BSE സെൻസെക്സ് ഏതാണ്ട് 1200 പോയിന്റോളമാണ് ഇടിഞ്ഞത്. 17 ലക്ഷം കോടി രൂപയുടെ നഷ്ടം ആ ദിവസം തന്നെ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പല വിദഗ്ധരും വിലയിരുത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് ട്രംപ് അധികാരത്തിൽ വരുന്നതിനെ ഇന്ത്യയിലെ നിക്ഷേപകർ ഭയക്കുന്നത്? എന്തുകൊണ്ടാണ് ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാകുന്നത് എന്ന ചോദ്യം അതിനുശേഷം വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു. ഇത് വ്യാപാര യുദ്ധവുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എന്ന് നമുക്കറിയാം. അതായത് ഡൊണാൾഡ് ട്രംപ് ഈ പറയുന്ന അമേരിക്കയുമായി വ്യാപാര മിച്ചത്തിലുള്ള രാജ്യങ്ങളെ നോട്ടമിട്ടിരിക്കുകയാണെന്നും അവർ എത്രമാത്രം നികുതിയാണ് അമേരിക്കയിൽ നിന്ന് ഉള്ള ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്നത് എന്നൊക്കെ നോക്കിയിട്ടുണ്ട്. ഇന്ത്യയും ചൈനയും ഡൊണാൾഡ് ട്രംപിൻ്റെ നോട്ടപ്പുള്ളികളാണ്. അതുകൂടാതെ ഇന്ത്യയും ചൈനയും ബ്രിക്സ് എന്നൊരു അന്താരാഷ്ട്ര കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ പരസ്പരം വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനും പുതിയ ഒരു നാണയം അല്ലെങ്കിൽ അവരവരുടെ നാണയത്തിൽ വ്യാപാരം പരസ്പരം നടത്തുന്നതിനുമൊക്കെ ധാരണയായിരിക്കുന്നു. അത് ഈ ഡോളറിന് വലിയ രീതിയിൽ ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും ചൈനയ്ക്കുമൊക്കെ 100% ഇമ്പോർട്ട് താരിഫ് ഏർപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള ഭീഷണികൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇതൊക്കെയാണ് വിപണിയെ പിടിച്ച് കുലുക്കിയത്. അതുകൂടാതെ കുടിയേറ്റ നയവും, അതായത് അമേരിക്കയിൽ നിന്നും കുടിയേറ്റക്കാരെ, അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്നവരെ ഉടനടി പുറത്താക്കും എന്ന ഒരു നയമാണ് ഇപ്പോൾ ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ വിപണികൾ കൂപ്പുകുത്തിയെങ്കിലും ഇന്ത്യയിൽ പരക്കെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് എത്രമാത്രം വ്യാപാര യുദ്ധം അമേരിക്ക ഇന്ത്യയുമായി നടത്തിയാലും ഇന്ത്യയെ അത് വലിയ രീതിയിലൊന്നും ബാധിക്കാൻ പോകുന്നില്ല. തീർച്ചയായും ഇന്ത്യ അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ അധികം അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ആണ് ഇന്ത്യയെ അമേരിക്ക നോട്ടമിട്ടിരിക്കുന്നത്. പക്ഷേ കയറ്റുമതി ഉറവിടങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ കയറ്റുമതി വിപണി അത് ഈ അടുത്ത കാലത്തായി, പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ 10 വർഷം കാലം കൊണ്ട് ഏതാണ്ട് വിശാലമാക്കപ്പെട്ടിരിക്കുന്നു. അത് ഏതെങ്കിലും ഒരു രാജ്യത്തെയോ ഏതെങ്കിലും ഒരു സർക്കാരിനെയോ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ എടുത്തു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ വിപണിയെ അത്ര വലിയതായൊന്നും ബാധിക്കാൻ പോകുന്നില്ല എന്ന് വിദഗ്ധരുടെ അഭിപ്രായം പിന്നാലെ വന്നിട്ടുണ്ട്. പക്ഷേ കുടിയേറ്റത്തിൻ്റെ വിഷയത്തിലാണ് ഇന്ത്യ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ആശങ്ക കാണാതിരുന്നത്. അമേരിക്കയിൽ താമസിക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ അടിച്ചു പുറത്താക്കുന്നു. അതിന് നമുക്കെന്താണ് എന്നാണ്, അമേരിക്കയ്ക്കൊപ്പം നമ്മൾ നിൽക്കുന്നു, അങ്ങനെ പുറത്താക്കുക തന്നെ വേണം എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അമേരിക്കയിൽ എത്രമാത്രം ഇന്ത്യക്കാർ അനധികൃതമായി കുടിയേറിയിട്ടുണ്ട് എന്നൊരു ചോദ്യം അതിപ്പോൾ പ്രസക്തമായി തന്നെ ഉയരുകയാണ്. ഇന്ത്യൻ സർക്കാരും ഇതിനെ വളരെ ഗൗരവമായി എടുത്തിട്ടുണ്ട്. അതായത് 18,000-ലധികം ഇന്ത്യക്കാർ ഇതിനോടകം തന്നെ അനധികൃതമായി അമേരിക്കയിൽ താമസിക്കുന്നുവെന്ന് അമേരിക്കൻ അധികൃതർ കണ്ടെത്തി കഴിഞ്ഞു. അവരെ തീർച്ചയായും ട്രംപ് അധികാരത്തിലേറി മണിക്കൂറുകൾക്കകം തന്നെ പുറത്താക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇവരെ പുറത്താക്കിയാൽ നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് തീർച്ചയായും അമേരിക്ക ഇന്ത്യയോട് ആരായും. അങ്ങനെ ഇന്ത്യ പൂർണ്ണ മനസ്സോടുകൂടി ഇന്ത്യ ഈ 18,000 ആളുകളെയും ഇന്ത്യൻ പൗരന്മാരെയും തിരിച്ച് ഇന്ത്യയിലേക്ക് സ്വീകരിക്കും എന്നാണ് ഇന്ത്യൻ സർക്കാർ ഇപ്പോൾ അമേരിക്കൻ സർക്കാരിന് നൽകിയിരിക്കുന്ന മറുപടി. അതായത് അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കൻ സർക്കാർ എങ്ങനെ പുറത്താക്കുന്നുവോ അല്ലെങ്കിൽ ആ പുറത്താക്കൽ ശ്രമങ്ങൾക്ക് ഇന്ത്യ വളരെയധികം നന്നായി തന്നെ സഹകരിക്കും. അതിന് അമേരിക്കയോടൊപ്പമാണ് എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ സർക്കാർ അമേരിക്കയെ അറിയിച്ചിരിക്കുന്നത്. അവിടെ പ്രശ്നം കഴിഞ്ഞില്ല. കാരണം
18,000 ഇന്ത്യക്കാരെ അവിടെ അനധികൃതരായി താമസിക്കുന്നു എന്ന് അമേരിക്കൻ അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട് എങ്കിലും ഇത് ഔദ്യോഗിക കണക്കാണ്. അനൗദ്യോഗികമായി, അതായത് ഇതുവരെയും കണ്ടെത്താതെ അവിടെ താമസിക്കുന്ന ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ടുള്ള ഇന്ത്യക്കാർ 7 ലക്ഷത്തോളം വരും എന്ന് ചില പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഇത് തീർച്ചയായും ട്രംപിന് മനസ്സിലായിട്ടുണ്ട്. അത് തന്നെയാണ് ട്രംപ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ അത്ര സൗഹാർദ്ദപരമായ നടപടികളൊന്നും സ്വീകരിക്കാത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധമുണ്ടായിട്ട് പോലും ഇന്ത്യക്കെതിരെ താരിഫ് യുദ്ധം പ്രഖ്യാപിക്കാൻ ട്രംപിന് മടിയുണ്ടായിരുന്നില്ല. തീർച്ചയായും ഈ 7 ലക്ഷം പേർ ഈ ഗവേഷണ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പഠന റിപ്പോർട്ടുകളിൽ കാണുന്നത് പോലെ 7 ലക്ഷം ഇന്ത്യക്കാർ അനധികൃതമായി അമേരിക്കയിൽ താമസിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ട്രംപിൻ്റെ ശ്രദ്ധ ഇനി ഇന്ത്യയിലേക്ക് തിരിയുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ടുള്ളവർ മെക്സിക്കോക്കാരാണ്. അതുകൊണ്ടാണ് മെക്സിക്കോ അമേരിക്കയുടെ അയൽ രാജ്യമാണ്. മെക്സിക്കൻ അതിർത്തിയിൽ നിന്നാണ് അമേരിക്കയിലേക്ക് നിരവധി പേർ കുടിയേറിപ്പാർക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ അതിർത്തി അടയ്ക്കണം, അവിടെ മതിൽ കെട്ടണം എന്നൊക്കെയുള്ള നിലപാട് ട്രംപിനുണ്ടായിരുന്നു. അത്തരത്തിലുള്ള പദ്ധതികളുമായി ട്രംപ് അദ്ദേഹത്തിൻ്റെ ആദ്യഘട്ടത്തിൽ മുന്നോട്ട് പോയതുമാണ്. പക്ഷേ പിന്നീട് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ വന്നതിന് ശേഷം അതിനെയൊക്കെ ാണ് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ അനധികൃതമായി താമസിക്കുന്നത്. രണ്ടാമതായി എൽ സാൽവദോറിൽ നിന്നുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ 2 രാജ്യക്കാരെയും ഏതാണ്ട് ട്രംപ് കരിമ്പട്ടികയിൽ പെടുത്തിക്കഴിഞ്ഞു. മെക്സിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ 25% നികുതി ഏർപ്പെടുത്താനുള്ള കാരണവും അതുതന്നെയാണ്. കാനഡയ്ക്ക് മേൽ 25% നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കാരണം ഈ മെക്സിക്കൻ അഭയാർത്ഥികളെ അല്ലെങ്കിൽ അമേരിക്കയിലേക്കുള്ള അഭയാർത്ഥികളെ കാനഡ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഇതാ ഈ മെക്സിക്കോയും അതുപോലെ തന്നെ എൽ സാൽവദോറും കഴിഞ്ഞാൽ ഏറ്റവും അധികം അമേരിക്കയിൽ അനധികൃതരായി താമസിക്കുന്നത് ഇന്ത്യക്കാരാണ് എന്ന് വരുന്നു. ഈ 7 ലക്ഷം എന്ന കണക്ക് ശരിയാണ് എങ്കിൽ തീർച്ചയായും അത് വളരെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്നതാണ്. ഈ 7 ലക്ഷം പേരെയും തിരികെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരേണ്ടി വരും. അമേരിക്ക പുറത്താക്കി കഴിഞ്ഞാൽ ഈ 7 ലക്ഷം ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തെ അത് വല്ലാതെ ബാധിക്കുമെന്ന് മാത്രമല്ല, ഇപ്പോൾ ജന്മാവകാശമായി പൗരത്വം നൽകുക, അതായത് അമേരിക്കയിൽ ജനിക്കുന്ന ഏതൊരു കുഞ്ഞിനും മാതാപിതാക്കൾ ആരുമായിക്കോട്ടെ ജനിക്കുന്നത് അമേരിക്കയിലാണെങ്കിൽ ആ കുഞ്ഞിന് അമേരിക്കൻ പൗരത്വം നൽകുന്ന ഒരു രീതി കഴിഞ്ഞ 150 വർഷമായി അമേരിക്ക പിന്തുടർന്നു വന്നിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അതും റദ്ദാക്കപ്പെട്ടിരിക്കുകയാണ്. ഈ 7 ലക്ഷം ഇന്ത്യക്കാർ അവിടെയുണ്ടോ, അവരെ പുറത്താക്കപ്പെടുമോ? ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യ ഉയർത്തുന്ന അല്ലെങ്കിൽ ഇന്ത്യക്കുള്ളിൽ ഉണ്ടാകുന്ന ആശങ്ക. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ക്വാളിറ്റി പീപ്പിൾ, അതായത് ഗുണനിലവാരമുള്ള ഈ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ടീച്ചർമാർ, അതുപോലെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമാകുന്ന പ്രൊഫഷണലുകൾ അടങ്ങുന്ന ആളുകളെ അമേരിക്കയ്ക്ക് ആവശ്യമാണ് എന്ന് ട്രംപ് ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരാശ്വാസമാണ്. മാത്രമല്ല, ഇത്രയധികം ആളുകൾ അമേരിക്കയിലേക്ക് പോയത് അത് ഇന്ത്യയുടെ കുഴപ്പം കൊണ്ടല്ല, മറിച്ച് നേരത്തെയുള്ള ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഇത്തരത്തിലുള്ള കുടിയേറ്റ നിയമങ്ങൾ ലഘൂകരിക്കുകയും ധാരാളം ഏജൻസികൾ അമേരിക്കയിലേക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുപോയതിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ് ഇത്രയധികം ഇന്ത്യക്കാർ അമേരിക്കയിൽ എത്തിപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു നടപടി ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് ട്രംപ് ഭരണകൂടം പറയുന്നത് തെക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ സൈന്യത്തെ വിന്യസിച്ച് അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പുറത്താക്കൽ നടത്തും എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. മണിക്കൂറുകൾക്കുള്ളിൽ ആ ഒരു പുറത്താക്കൽ തുടങ്ങിയേക്കാം, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇന്ത്യക്കാരെ അതെങ്ങനെ ബാധിക്കുമെന്ന് വ്യക്തമായി അറിയാൻ ഇനി ഏതാനും ദിവസങ്ങൾ കൂടി വേണ്ടിവരും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. പവർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.